guys, welcome to our YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സ് ഹോൾ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മനുവേട്ടന്റെ ഡ്രസ്സിംഗ്. ഓക്കേ. സോ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഈ ഒരു ഫോർമൽ ഷർട്ട് ആണ്. ഒരു ഗ്രേ, ലൈറ്റ് ഗ്രേ, അതിൽ വൈറ്റ് കളറിന്റെ സ്റ്റാർസ് ഉള്ള ഒരു ഫോർമൽ ഷർട്ട്. ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ചെയ്യാം. നല്ലൊരു ഫോർമൽ ഷർട്ടാണ്, ബ്ലാക്ക് ബട്ടൺസ് ഒക്കെ വെച്ചിട്ട്. സ്ലിം ഫിറ്റ് ഷർട്ടാണ്, കംഫർട്ടബിൾ അല്ല, ഒരു കോട്ടൺ മെറ്റീരിയൽ. അപ്പൊ ഇതാണ് ഫസ്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബീച്ചി വൈറ്റ് ഷർട്ടാണ്, ഒരു ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീൻ വൈറ്റ് കളറിന്റെ ഒരു ഷർട്ട്. ഇതും ഭയങ്കര കംഫി, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലിന്റെ ഒരു ഷർട്ടാണ്. ഇതെങ്ങനെയുണ്ട് ഇടുമ്പോ? കാഷ്വൽ വെയർ ആണ്, നല്ല കാഷ്വൽ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. ഒരു ബീച്ച് വെയർ എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഒരു പോളോ ടീഷർട്ട് ആണ് എടുത്തത്, പോളോ നെക്ക് ടീഷർട്ട്, ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉള്ള ടീഷർട്ട്. നല്ലൊരു നമ്മളുടെ നോർമൽ ഒരു ടീഷർട്ടാണിത്. നെക്സ്റ്റ് ഞങ്ങൾ ട്വിൻ ചെയ്യാനല്ല, ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് കളർ വ്യത്യാസമുണ്ട്, ഒരു ലേശം കളർ വ്യത്യാസമുണ്ട്. ഇതൊരു കുറച്ചൊരു എന്താ പറയാ, തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ്, കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു കോട്ടന്റെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ ലെയർ വരുന്ന രീതിക്ക് ഇപ്പൊ തണുപ്പിനൊക്കെ നല്ലതായിരിക്കും. അങ്ങനത്തെ ഒരു ഷർട്ടാണ്, നല്ല ഒരു സോഫ്റ്റ് ഷർട്ട്. ഇങ്ങനെ ഇടുമ്പോ നമുക്ക് അല്ലേ ഒരു കംഫർട്ട് ഉണ്ട്. മറ്റേ ഷർട്ടിനായിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് തുണി ഉള്ളിലായാലും ഒരു ഡബിൾ ലെയർ ഉള്ള പോലെ നമുക്ക് തോന്നും. നല്ലൊരു ഷർട്ട്, ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ്. സെയിം ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡാർക്കാണ്, ഇത് പക്ക കോട്ടൺ ഷർട്ടാണ്. അതുപോലെ സോഫ്റ്റ് അല്ല, അതായത് കോട്ടന്റെ ഷർട്ട് എങ്ങനെയാണോ അതുപോലെ. ഇത് ഞാൻ എടുത്തത് എക്സസ് ആണ്, സ്മോൾ സൈസ് ആണ്. നമുക്ക് ഇത് ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാം, ഫോർമൽ ഷർട്ട്സ് ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഉള്ളിൽ ഇപ്പൊ ഞാൻ പെയർ ചെയ്ത പോലെ ഉള്ളിലൊരു ടാൻ ടോപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. നല്ല രസമുള്ള ഒരു ഷർട്ടാണ്. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ക്രിസ്മസിന് ഇടാൻ പറ്റും നമുക്ക് ഈ ഡിസംബർ വൈബ്, പിന്നെ ബീച്ച് വൈബ് ഉള്ളൊരു എന്താ പറയാ ഫ്രോക്ക് ഒരു ഡ്രസ്സാണ് എടുത്തത്. ഇത് ഒരു കോട്ടൺ ഡ്രസ്സാണ്, എനിക്ക് തോന്നുന്നു ആ കൽക്കി ആ ഒരു സെക്ഷനിൽ നിന്നാണ് എടുത്തത്. ഇത് എക്സസ് ആണ് ഞാൻ എടുത്തത്. എന്നാലും കുറച്ചൊരു പൊടിക്ക് ഈ ഭാഗം, വേസ്റ്റിന്റെ ഭാഗം ലൂസാണ്, പക്ഷെ നല്ല രസമാണ്. നല്ലൊരു പോക്കറ്റ് ഉണ്ട്, രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഉള്ളിൽ നല്ലോണം നമുക്ക് പെയർ ചെയ്യേണ്ടി വരും, ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ലെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നല്ലൊരു കംഫർട്ടബിൾ ബീച്ചി വൈബ്, നല്ല ഒരു ലൂസ് ഡ്രസ്സാണ്. ക്രിസ്മസിന് നമുക്ക് ഓഫീസിൽ ക്രിസ്മസ് പാർട്ടി അതിനൊക്കെ ഇടാൻ പറ്റും. വി നെക്കാണ് വരുന്നത്. ഞാൻ കുറച്ച് ഫൗണ്ടേഷനൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വി നെക്കാണ് വരുന്നത്, നല്ല രസമാണ്. പിന്നെ താഴെ നോക്കുമ്പോൾ നമുക്ക് മറ്റേ എന്താ പറയാ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനത്തെ ഒരു മോഡലാണ്, നല്ലൊരു രസമുള്ള ഒരു. ഇത് വേണമെങ്കിൽ നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ വൺ പീസ് ആയിട്ട് യൂസ് ചെയ്യാം, പല മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ത്രെഡ് വർക്കാണ് ഈ വന്നത്, ബ്ലൂ കളറിന്റെ ഒരു ഇൻഡിഗോ കളർ, ഇൻഡിഗോ ആൻഡ് വൈറ്റ്, നല്ലൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ മെയിൻ പാർട്ട് രണ്ട് എന്താ പറയാ പോക്കറ്റ് ഉണ്ട്, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നിയത് ഞാനും റെക്കമെൻഡ് ചെയ്തു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണൊന്നും പിടിക്കണ്ട, ഇതിലെല്ലാം നമുക്ക് വെക്കാം അല്ലേ. അപ്പൊ ഇതങ്ങനെയാണ്, നല്ല നമുക്ക് സമ്മർ സീസണിലിടാം. അത്യാവശ്യം നല്ലൊരു ബീച്ച് വെക്കേഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ഹോൾ വീഡിയോ. ഇപ്പൊ ഞാൻ ഇട്ടങ്ങനെ ഡ്രസ് ഒരു ക്രിസ്മസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ മേടിച്ചത് ആമസോൺ എന്നാണ്, ആമസോൺ ഫ്ലിപ്കാർട്ട്.
ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിനാണ്. ഒരു വുള്ളൻ ടൈപ്പ് ഡ്രസ്, നല്ല ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഓഫ് ഷോൾഡർ പോലെ ഉള്ളതാണ്. പിന്നെ ക്രിസ്മസിന് നമുക്ക് ഓഫീസ് പാർട്ടി അതിനൊക്കെ ഇട്ടിട്ട് പോവാം. നല്ലൊരു സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ്, രണ്ട് കയ്യിലും ഫുൾ സ്ലീവ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കമന്റും ചെയ്യുക. ഇനി എന്തെങ്കിലും നമ്മളുടെ അടുത്തുനിന്ന് ഹോൾ വീഡിയോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സും തരാവുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.